ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള നഴ്സിംഗ് എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അഡ്മിഷൻ പരമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നിങ്ങളുടെ നഴ്സിംഗ് അഡ്മിഷൻ, അതായത് കേരള നഴ്സിംഗ് അഡ്മിഷൻസ് എല്ലാം നടന്നു വന്നിരുന്നത് LBS എന്ന് പറയുന്ന ഒരു ഏജൻസി മുഖേനയാണ്. നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ബേസ്ഡ് ആയിട്ടായിരുന്നു അഡ്മിഷൻ നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ നഴ്സിംഗ് അഡ്മിഷൻ നടക്കുന്നത് എൻട്രൻസ് എക്സാം മുഖേനയായിരിക്കും. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ എൻട്രൻസ് എക്സാം പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാം നടത്താനുള്ള ചുമതല നൽകുന്നത് LBS സെൻറ്റർ എന്ന ഏജൻസിയോ അതല്ലെങ്കിൽ സ്റ്റേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണറെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരെയാണ് എന്നുള്ളതിന് വ്യക്തതയായിട്ടില്ല. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. ചർച്ചയൊക്കെ അതിൻ്റെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വരുന്നതനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ BSc നഴ്സിംഗ് ക്ലാസ്സുകൾ ഓഗസ്റ്റ് 1 ആരംഭിക്കാനും പ്രവേശനം സെപ്റ്റംബർ 30 അവസാനിപ്പിക്കാനുമാണ് INC നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വർഷം കേരള നഴ്സിംഗ് അഡ്മിഷൻ എൻട്രൻസ് എക്സാം വഴിയായിരിക്കും നടക്കുന്നത് എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്